കിരിക്കും, പാർട്ടിയെ കിരിക്കും. ഈ കിരിക്കൽ ഇങ്ങനെ ഇടക്കിടയ്ക്ക് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളൊന്നും കിരിക്കും എന്താണെന്നറിയാം, ഇത് പാർട്ടി പ്രവർത്തിക്കണ്ടേ, കിരിക്കി കിട്ടുന്ന കാശ് കൊണ്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഒരു 6 മാസം മുമ്പാണ് നമുക്ക് മനസ്സിലായത് ഈ കിരിക്ക് താഴെ മാത്രമാണ്, മേടിൽ കിരിയായിട്ടാണ് വാങ്ങിക്കുന്നത്. സാൻഡ്രിയോ മാറ്റം കൊടുത്തത് കിരിക്കിയ പാർട്ടിയിലല്ല, കിരിയായിട്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ കയ്യിൽ 2 കോടി രൂപയാണ്. അപ്പൊ കിരിക്കലും കൊണ്ട് കിരി വാങ്ങലുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് ഈ 2009-2010 കേരളത്തിൽ ജനങ്ങൾ ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ വള, പൊട്ട്, ചാർന്നൊക്കെ വരുന്നത് ഉത്സവ കച്ചവടത്തിന്. അപ്പൊ ഉത്സവ കച്ചവടത്തിന് ഈ വളയെ പൊട്ടുമൊക്കെ വാങ്ങിക്കുന്ന ചില വില്ലന്മാർ, ബിരുദുള്ള കുട്ടികൾ ചെയ്യുന്നത് ഈ പകൽപൂരം വരുന്ന സമയത്ത് ഇത് വാങ്ങിക്കുന്നു. അപ്പൊ പകൽപൂരം വരുന്ന സമയത്ത് വാങ്ങിച്ചാൽ നല്ല തെള്ളായിരിക്കും. തെള്ളിന്റെ ഇടയിൽ ഏതെങ്കിലും ചൂണ്ടാൻ പറ്റിയാൽ, ഏതെങ്കിലും കടക്കാരൻ കാണാതെ എടുക്കാൻ പറ്റി, അത് കൈ വെച്ചിട്ട് വില പറയും, എല്ലാത്തിന്റെയും വില കൂട്ടും. അപ്പൊ കടക്കാരന് ഇത് കണ്ടില്ലെങ്കിൽ പോക്കറ്റിയിരിക്കും, കണ്ടാൽ അതുകൂടെ ചേർത്ത് വില പറയും. ആ പണിയല്ലേ ജയരാജന്റെ പാർട്ടി ഈ കേരളത്തിൽ നടത്തിയത്. സാമ്പത്തികമായിട്ടുള്ള കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത് ഈ കേരളത്തിലെ മാധ്യമ സിൻഡിക്കേറ്റുകളെന്നോ ഉത്സവ മാധ്യമങ്ങളെന്നോ ഒക്കെ ഒരിക്കൽ ഞാനടക്കം വിളിച്ച് ആക്ഷേപിച്ചിരുന്ന ഈ കേരളത്തിലെ അച്ചടി ദൃശ്യമാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടായിരുന്നുവെങ്കിൽ ഈ 2 കോടി രൂപ തിരിച്ചു കൊടുക്കുവാൻ CPIM-ന്റെ കേന്ദ്ര നേതൃത്വത്തോട് വരുന്നു. അപ്പൊ നേതാവിന് കിഴി വാങ്ങാം, അന്യായി കിഴിക്ക് വാങ്ങണം. ഈ രൂപത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുവന്ന് എത്തിച്ചത് ആരാണ്? ശാസ്ത്രല്ല. അവശേഷിക്കുന്ന CPM-ന്റെ പ്രവർത്തകന്മാർ, എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, ഞാൻ പറയുന്നു, ഇന്ന് അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇനി ഈ പാർട്ടിയിൽ തുടരണം. ഞാനും നിങ്ങളുമെല്ലാം ഈ പാർട്ടിയിൽ തുടർന്നത് ഏറ്റവും അവസാനം ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ്. മരിക്കുമ്പോൾ CPM-ന്റെ ഈ പതാക നമ്മുടെ ദേഹത്ത് വീഴണം എന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ, അവിഭക്ത CPM-ന്റെ പതാക ഈ ഇന്ത്യക്കകത്ത് അധിക നാൾ പിടിക്കാൻ ഇനി ഒരാൾക്കും കഴിയാത്ത രൂപത്തിലേക്ക് CPM ഇന്ന് എത്തി നിൽക്കുകയാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലിക്വിഡേറ്റർ സെക്രട്ടറിയായി പ്രകാശ് കാരാട്ട് ആദിത്യാന്തരവാദത്തിലും ശ്രീമാൻ പിണറായി വിജയൻ ഈ കേരള സംസ്ഥാനത്ത് മാറിത്തീർന്നിരിക്കുന്നു എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ ഇന്ന് ഈ കേരളത്തിലെ കൊച്ചുകുട്ടികൾ പോലും തയ്യാറാവുകയാണ്. അതുകൊണ്ടല്ലേ CPM-ന്റെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് അതിന്റെ സമ്മേളനം മാറ്റി വെച്ചു. CPM ഞാൻ 7 ഏരിയ സമ്മേളനം, 8 ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുത്തയാളാണ്. ഇത്രയും പ്രായത്തിനിടയിൽ 7 ഏരിയ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആലപ്പുഴ പോലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീവാറുന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള തൊഴിലാളി വർഗത്തിന്റെ ഈ ചിഹ്നം എന്നറിയപ്പെടുന്ന ആലപ്പുഴ പോലെയുള്ള ഒരു ജില്ലയിൽ 6 തവണ ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു ഞാൻ. 2 തവണ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ഞാൻ. കേരള സംസ്ഥാന സമ്മേളനത്തിൽ 2 തവണ ഞാൻ പങ്കെടുത്തു. മലപ്പുറത്ത് പങ്കെടുത്തു, പാലക്കാട് പങ്കെടുത്തു, രണ്ടിടത്ത് പങ്കെടുത്തു. CPM-ന്റെ ഏറ്റവും വലിയ സഭയായ അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് പ്രകാശ് കാരാട്ട് സെക്രട്ടറി ആവുന്ന ഡൽഹി പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായിരുന്നു ഞാൻ. ഈ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പാർട്ടിയെ പിരിച്ചുവിടുന്ന സെക്രട്ടറിമാരായി ഈ 2 ആളുകൾ മാറിയിരിക്കുക. ഞാൻ സൂചിപ്പിച്ച ഈ സമ്മേളനങ്ങളുടെ കാലയളവിൽ ഏതെങ്കിലും ഒരു കാലയളവിൽ പാർട്ടി കോൺഗ്രസിന്റെ തീയതി മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 5-6 മാസം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഏരിയ നിലവാരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്താത്ത ഒരു കാലയളവ് ഉണ്ടായിട്ടുണ്ട്. അവന് യുദ്ധം ഉണ്ടായ മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണങ്ങൾ ഇപ്പൊ ഇവിടെ എന്താണ് യുദ്ധം ഉണ്ടായത്? കഴിഞ്ഞ കൽക്കത്തയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ വിശദീകരിക്കുമ്പോൾ ആ വിശദീകരണത്തിനിടയിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തതുകൊണ്ട് മനസ്സിലായി കാണില്ല. ആ വിശദീകരണങ്ങൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശദീകരണമായി കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾ അന്ന് നോക്കിക്കണ്ട എന്താണെന്ന് അറിയുമോ? പാർട്ടി കോൺഗ്രസ് മാറ്റിവെക്കുന്നതിന് തീരുമാനിച്ചു. 2011 നടക്കേണ്ട പാർട്ടി കോൺഗ്രസ് 2012 നടന്നാൽ മതിയെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. വളരെ ബുദ്ധിയുള്ളവരാണ് പ്രകാശ് കാരാട്ട്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതിന്റെ എല്ലാ ബുദ്ധിയും കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ, കേന്ദ്ര പരമോന്നത സഭയിൽ ഇരിക്കുന്ന പലർക്കും ഉള്ളതുകൊണ്ട് വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എന്താ, 2011 ആകുമ്പോഴത്തേക്കും ബംഗാളിലും കേരളത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ബംഗാളിലെയും കേരളത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ 2 സംസ്ഥാന ഘടകങ്ങളായ ബംഗാളിലെയും കേരളത്തിലെയും പാർട്ടിയുടെ പണി പോകും. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 2012 പാർട്ടി ഉണ്ടെങ്കിൽ മതിയല്ലോ പാർട്ടി കോൺഗ്രസ്, ഇല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിലക്കേടെങ്ങനെ കുറക്കാമെന്നുള്ളതാണ് പാർട്ടി കേന്ദ്രങ്ങളോട് ആലോചിച്ചത്. ഇപ്പം നടന്ന അടിപിടി, വെട്ടുമുട്ട് എല്ലാം നടക്കും. അപ്പം അടിപിടിയെല്ലാം ഒഴിവാക്കുകയും ചെയ്യാം,
അന്ന് മെനക്കേട് ഒഴിവാക്കാം, ഒരു വെടിക്ക് രണ്ട് പക്ഷി. അങ്ങനെയല്ലേ 2011 നടക്കേണ്ട പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ ഏപ്രിൽ മാസത്തിലോ ജൂൺ മാസത്തിലോ ആരംഭിക്കേണ്ടിയിരുന്ന രാജ്യ സമ്മേളനങ്ങളടക്കം മാറ്റിവെക്കുന്നതിന് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം നിർബന്ധിതമായത്. അണികളെ പേടിക്കുന്ന ഒരു പാർട്ടി നേതൃത്വം CPM-ൽ ഭരണഘടനാപരമായി പറയുന്നു, കേന്ദ്രീകൃത ജനാധിപത്യത്തിന്റെ ഭാഗമായി മുകളിൽ നിന്നും താഴേക്ക് കെട്ടിപ്പടുത്തിരിക്കുന്ന പാർട്ടി. പിന്നെ എന്തുകൊണ്ട് ഈ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് സമ്മേളനങ്ങൾ നടത്തുവാൻ കഴിയില്ല? അണികളെ പേടിക്കുന്ന നേതൃത്വം, ജനങ്ങളെ പേടിക്കുന്ന അണികൾ, അണികളെ പേടിക്കുന്ന നേതൃത്വവും ജനങ്ങളെ പേടിക്കുന്ന അണികൾ അടങ്ങുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കൽ പോലും ഒരു രാജ്യത്തിനകത്തും വിപ്ലവകരമായ പ്രവർത്തനം നടത്തുവാൻ കഴിയില്ല എന്ന് ഈ ജീവിതകാലയളവിലെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും മനസ്സിലാക്കിയവരാണ് ഞാൻ. ഏറ്റവും വലിയ ഉദാഹരണം സോവിയറ്റ് യൂണിയൻ. 1980 അവസാനം മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിന്റെ നാട് മാർക്സിയൻ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിപ്ലവം നടക്കേണ്ടിയിരുന്ന പല വ്യവസായ നഗരങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ് മഹാനായ ലെനിൻ മാർക്സിസത്തെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നത്. ലെനിന്റെ നാട്ടിൽ ഒക്ടോബർ വിപ്ലവത്തിന്റെ നാട്ടിലാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് പിശക് പറ്റിയിരിക്കുന്നു, ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു, ഒരു തെറ്റിദ്ധരുത്തൽ ഞങ്ങൾ തയ്യാർ. അതാണ് ഞാൻ അന്ധവിശ്വാസത്തിലേക്ക് അത് അവതരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പാർട്ടി നേതാക്കന്മാർ പറഞ്ഞു, ഞങ്ങൾ സ്വയം പിരിഞ്ഞു പോകുന്നു. ഇപ്പൊ ഇവിടെ ഇന്ത്യയിലും തെറ്റിദ്ധരുത്തലാണ് നടക്കുന്നത്. നിങ്ങൾ വായിച്ചില്ല തെറ്റിദ്ധരുത്തൽ രേഖ എന്ന് പറഞ്ഞാൽ 80കളുടെ അവസാനം സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ അതേ അഭിപ്രായം ഇന്ന് ഇന്ത്യയിൽ CPM പറയുന്നു. തെറ്റിദ്ധരുത്തലാണ് ആദ്യം അവർ പറഞ്ഞത്, പിന്നാണ് പറയുന്നത് പിരിഞ്ഞു പോകണമെന്ന്. പിരിഞ്ഞു പോകണമെന്ന് പറയുന്നതിന് മുമ്പ് എന്നെ പോലുള്ളത് പിരിഞ്ഞതേ ഉള്ളൂ. ഇനി നിൽക്കുന്നവർക്കും അങ്ങനെ പറയുന്നതിന് മുമ്പ് പിരിയാനുള്ള അവസരമാണ് ബാക്കി. അവിടെ ഉണ്ടായ അതേ പകരം ഞാനതാണ് സൂചിപ്പിച്ചത്, അണികളെ ഭയക്കുന്ന നേതൃത്വമായിരുന്നു സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന അവസാനം. ആ നാട്ടിലെ ജനങ്ങളെ ഭയക്കുന്ന പാർട്ടി അംഗങ്ങളായിരുന്നു സോവിയറ്റ് യൂണിയൻ അവസാനം ഉണ്ടായിരുന്നത്. അതാണ് ഗോർബച്ചേവ് പറഞ്ഞത്, ഈ പാർട്ടി വിട്ടുകൊണ്ടിരിക്കുന്നു, ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടികളും അവസാനിച്ചിരിക്കുന്നു. ശരിയല്ലേ? ഇന്ത്യയിൽ സ്ഥിതിപരിശോധിക്കാം. പശ്ചിമ ബംഗാൾ 33 വർഷമായി CPM-ന്റെ ഭരണത്തിന് കീഴിലാണ് എന്ന് അഭിമാന മത്സരം പറയുന്ന പശ്ചിമ ബംഗാളിൽ എത്ര ഗ്രാമങ്ങളിൽ നിന്നും പാർട്ടി നേതാക്കന്മാർ ഒളിച്ചോടുന്നു. പട്ടാപ്പകൽ ജീവനം കൊണ്ട് ഒളിച്ചോടുന്ന ഗതികളിലേക്ക് പശ്ചിമ ബംഗാളിലെ പാർട്ടി എത്തിയില്ലേ? പശ്ചിമ ബംഗാളിലെ ഗ്രാമങ്ങളിൽ പാർട്ടി ഓഫീസുകൾക്ക് തീയിടുന്ന ചിത്രം ഈ ഇന്ത്യക്കകത്ത് ലോകത്ത് മുഴുവൻ ദൃശ്യമാധ്യമങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ഞാനും എന്റെ പ്രയാസകാക്കളും കണ്ടിട്ടില്ലേ? എന്റെയും നിങ്ങളുടെയും മേത്ത് മരിക്കുന്ന സമയത്ത് വീഴണമെന്ന് ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഈ ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ പോർമുഖങ്ങളിൽ സ്വന്തം ജീവൻ ത്യജിക്കുവാൻ തയ്യാറായ നൂറുകണക്കിന് വരുന്ന പാവപ്പെട്ടവരുടെ ചോര കൊണ്ട് ധന്യമായി എന്ന് ഞാനും നിങ്ങളും വിശ്വസിച്ചിരുന്ന ഈ രക്തപതാക ഈ കാട്ടുകള്ളന്മാരുടെ കുത്തിത്തിരിപ്പുകളുടെ ഭാഗമായി എന്നോ കളങ്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നതെന്ന് തിരിച്ചറിവ് ഈ ഇന്ത്യക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ? അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യക്കകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം ഏറ്റവും വലിയ